ചെരുപ്പിട്. പോവാ പോവാ. ചെരുപ്പിട് ചെരുപ്പിട്. ടാറ്റാ ടാറ്റാ. അന്നെ കൊണ്ടോണില്ല, അന്നെ കൊണ്ടോണില്ല. നോക്കട്ടെ ശരി. ഓളെ കൊണ്ടോണ്ട, ഓളെ കൊണ്ടോണ്ട. ടാറ്റാ. ഗേറ്റ് അടിച്ചോ? എന്തി വാങ്ങാണ്ടോ? അതിന് നാളെ വാങ്ങാം. സിനുവിന്റെ ഉമ്മയും അനിയത്തി പോണ ബസ് കയറ്റി കൊടുക്കാൻ വന്നിരിക്കാണ്. അപ്പൊ അതാ കാണാൻ രാജപ്രഭ നേരെ പെരിന്തൽമണ്ണക്ക്. ഇത് ഒറ്റപ്പാല പോകുന്നുണ്ട്. വരുന്നല്ലേ കയറി നോക്കുന്നു. വേറെയാണ് KSRTC ആണെങ്കിൽ സുഖമാണ് പോകുന്നത്. ഒരു കയറിയ ഒരു സീറ്റ് കിട്ടിയാൽ നോക്ക്. അതാ സിനു, അതായിരിക്കണം ഫാബി. അതാ താറ്റ കാട്ടുന്നു. ഈ പോണ തന്നെ ഓല് ഇങ്ങനെ കറങ്ങി പോവും. ഇതാ പോണു. ആ ഇങ്ങനെ റൗണ്ട് അടിച്ച് പോവും. അല്ല അതാ ഇരിക്കണേ. ഇതിങ്ങനെ തിരിഞ്ഞു പോവും. അതാണ് ബസ് റൂട്ടേ, അല്ലാതെ ഏത് റൂട്ടാ? പോവാ. അങ്ങനെ ഗൈസ് ഓല് 2 ദിവസം നിന്ന് യാത്രയായി. ഓല് ശരിക്കും ഇന്നലെ രാത്രി പോകേണ്ടതായിരുന്നു. പക്ഷെ ഓല് കൂട്ടാൻ വരാന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്തോ ചെറിയ പരിപാടി ആയില്ലേ. എന്നൊക്കെ ആക്കി കൊടുക്കണതും ഇവിടുന്ന് ബസ്സിന് പോണത് ഈ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഗൈസ് കാറിൽ കയറി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എൻ്റെ അടുത്ത് വന്നിരിക്കണം. വല്ലാത്തൊരു കുട്ടി തന്നെയാണ് ഈ ഒരു കുട്ടി. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇവിടുന്ന് നേരെ പോയാൽ ഇനി അടുത്ത ബസ് പെരിന്തൽമണ്ണന്ന് മഞ്ചേരി, അല്ലെങ്കിൽ പിന്നെ മഞ്ചേരി അല്ല പെരിന്തൽമണ്ണ ഡയറക്റ്റ് അരീക്കോട്ടേക്ക് കിട്ടും. ഇപ്പോൾ അവർക്ക് എന്തായാലും സൈഡ് സീറ്റ് തന്നെ 2 ആൾക്ക് ഒരേ സീറ്റ് കിട്ടി അല്ലേ. ഈ നേരത്ത് പോകണമെന്നുണ്ടെങ്കിൽ വലിയ തിരക്കുണ്ടാവില്ല. കുറച്ചും കൂടി അതിന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ വിടുന്ന നേരം ആകെ ഫുള്ള് തിരക്കാവും. അപ്പം എന്തായാലും ഓൽക്ക് ഇവിടുന്ന് പെരിന്തൽമണ്ണ എത്തി പെരിന്തൽമണ്ണന്ന് മഞ്ചേരി അങ്ങനെ കയറി പോയാൽ ഇപ്പം ഏകദേശം 2:24 3:10 ആകുമ്പോഴേക്കും പെരിന്തൽമണ്ണ എത്തും. പെരിന്തൽമണ്ണ കയറി ഒരു 4 മണിയാകുമ്പോഴേക്കും 4 മണിയുടെ മുന്നേ ഓല് മഞ്ചേരി എത്തും. എന്തായാലും ഒരു 5:30 ഉള്ളിൽ ഓല് എന്താവും 5 മണിൻ്റെ ഉള്ളിൽ ഓല് അരീക്കോട് എത്തും കേട്ടോ. ഓക്കെ. ശരിക്കും ബസ് യാത്ര അടിപൊളിയാണ്. ഈ സിനുവിനൊക്കെ ഇങ്ങനെ പോയാൽ മതി. ഓള് ഓൾക്ക് ബസ് യാത്ര ഇഷ്ടമല്ല, ഓള് പോകൂലാന്ന്. എന്തൊറ്റക്ക് കുട്ടികളെ മക്കളൊക്കെ ഞാൻ ഉമ്മ പാലക്കാട്ടേക്ക് 3 കുട്ടികളെയും വെച്ച് ഏറ്റി പോയായിരുന്നു. അപ്പൊ അല്ല എനിക്ക് പറ്റാത്തത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി അടുത്ത നമ്മളിവിടെ കരിമ്പ് വാങ്ങാൻ വേണ്ടി നിന്നിറക്കാണ് ഗൈസ്. കരിമ്പും എന്താണ് പിന്നെ നമുക്ക് എന്താ മുട്ടായി, അപ്പോ കുറച്ച് ചക്കര മുട്ടായി കിലോന് 1 കിലോന് ഒരു 1/4 കിലോ മതി. പിന്നെ പൊരിയിരിക്കി ഒരു 50 ഉറുപ്പ്യക്ക് വരി. പുസ്തക പൂജ അയക്കണം. അതിൻ്റെ കരിമ്പ്, മുറുക്ക്, പൊരി, പിന്നെ കുറച്ച് മധുര പലഹാരങ്ങൾ വാങ്ങുകയാണ്. അലുവയൊന്നും വേണ്ടല്ലോ. ആ സാധനം വേണോ? ആ മസാലയുടെ ഏത് പൊരി വാങ്ങാം, കുറച്ച് അരിമുറുക്ക് വാങ്ങാം. അതെന്താന്ന് നിനക്കറിയില്ല. ഞങ്ങൾ കടയിൽ കയറിയിട്ട് ഇപ്പോൾ 1 മതി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ 1/4 കിലോ മുട്ടായി അപ്പം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഞങ്ങളെ മുഖത്തേക്ക് നോക്കുക. കാറിലൊക്കെ വന്നിറങ്ങിയിട്ട് ഏതാ പിറ്റ ഏതാ ഞാനൊന്നും കഴിക്കലില്ല കേട്ടോ കഴിച്ച. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ കാറിലൊക്കെ വന്നിറങ്ങിയിട്ട് 1/4 കിലോ മുട്ടായി അപ്പം എന്ന് പറഞ്ഞപ്പോൾ അയാള് വന്നു നോട്ടെ. അപ്പൊ 50 രൂപക്ക് എടുത്തോളിന്ന് പറഞ്ഞു. അങ്ങനെ 50 ഉറുപ്പ്യക്ക് അത് വാങ്ങി. പിന്നെ കുറച്ച് പൊരിയും കുറച്ച് മുറുക്കും ചായക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി. കരിമ്പ് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. കരിമ്പ് എന്തിനാ വാങ്ങണത്? വെറുതെ അന്ന് തന്നെ കൊണ്ടുപോയിട്ട് കുറെ വലിച്ചെന്നല്ല. ഞാൻ ഒറ്റക്ക് തിന്നേണ്ടി വരും. കുറച്ച് തിന്നതിനെ പല്ലിന്റെ ഒക്കെ പണി തീരും. അത് കടിക്ക കുറച്ച് ആക്കമാണ് കഴിച്ചു. അപ്പൊ എന്തായാലും ഒരു വിരുന്നുകാര് പോയി അല്ലേ. 2 ദിവസം നിന്നു. ഡ്രസ്സുകളൊക്കെ മടക്കി ഓരോ ഈ കൊണ്ടിലേക്ക് അതിന് വിട്ടാൽ മതിയാന്നല്ലോ. ഓലപ്പോ
ഇവള് ഓലെ വിളിച്ചെടുത്തിയത് ഇവളെ പണിയെടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. അവറ്റൾക്ക് ഒരു റെസ്റ്റും കൊടുത്തിട്ടില്ല. ഇവളെ അടിച്ചൊരു തുടക്കലും ഡ്രസ്സ് മടക്കി വെക്കലും തിരുമ്പല് ഇതാക്കലും അതിനാച്ച് കൊടുന്ന് വീട്ടിലേക്ക് വരുമ്പോ പിന്നെ ഇവിടുത്തെ പണിയെടുപ്പിക്കാ. എന്താ ഹോസ്പിറ്റൽ ബാഗ് ഇതാക്കുമ്പോ ഒക്കെ ഇതാക്കി അലക്കിട്ടതല്ലേ, അപ്പൊ ഒക്കെ അയൺ ചെയ്തിട്ട് അപ്പൊ അതിന് മെയിനായിട്ട് അതിനെ പറഞ്ഞത് അലക്കാനും തുടക്കാനും തിരുമ്പാനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒരു പോയിട്ടോ ഗൈസ്. പിന്നെ ഉമ്മ കഴിഞ്ഞ് വന്നിക്കല്ല, അപ്പൊ ഉമ്മാനെ കാണാന്നുള്ളതും പിന്നെ ചക്കന്റെ വീട്ടുകാരൊക്കെ കാണാച്ചിട്ട് തന്നെ വന്നത്. പക്ഷെ അവരെപ്പോഴേക്കും പോയി അല്ലേ. അവർക്ക് സാഹചര്യങ്ങൾ നോക്കണ്ടേ. അങ്ങനെ ഇനി ഇൻഷാ അല്ലാഹ് നാളെ വ്യാഴാഴ്ച നാളെ വേറെ വിരുന്നുകാർ നമുക്ക് വരുന്നുണ്ട് ഗൈസ്. കുറേ വിരുന്നുകാർ വന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. നാളെ സോഫി മക്കളും കുട്ടികളും ഇൻഷാ അല്ലാഹ് വരുന്നാണ് പറഞ്ഞത്. എപ്പോഴാണ് വരുന്നെന്നുള്ള കാര്യം അറിയില്ല. ഓര് വരുന്നുണ്ട്. രാത്രിയാ അന്ന് വന്ന പോലെ ഓര് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ നമുക്ക് സ്കാനിങ് ആണോ അതോ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യലാണോ? ആദ്യം ഇപ്പോൾ വിളിക്കണം കഴിച്ചു, ഒന്ന് വിളിക്കട്ടെ. അന്ന് 9ാം മാസത്തെ അല്ല, അത് 6ാം തീയതിക്കാണ് സ്കാനിങ്. അതിന് മുന്നേ എന്നോട് വരാൻ പറഞ്ഞേ. കാരണം 36 വീക്കായി കഴിഞ്ഞാൽ ഡോക്ടർ വന്നിട്ട് ഇനി പറയൂ കറക്റ്റ് ഡേറ്റ് അല്ലേ. ഇനി പറയും ഇത് ഇവളുടെ കാര്യത്തിലൊന്നും ഡോക്ടർക്ക് തന്നെ വലിയ ഇതില്ലേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാന്ന് പറഞ്ഞിരിക്കണം. എന്താ അറിയോ, എന്തായാലും ഇപ്പൊ വേദന വരികയാണെങ്കിൽ പോവുക, അല്ലെങ്കിൽ ഡേറ്റ് വരെ നോക്കൂ. ഡേറ്റിനും വേദന വന്നിട്ട് ഡേറ്റിനും അഡ്മിറ്റ് ആകും. അതല്ലേ ചെയ്യാ, അഡ്മിറ്റ് ആവുമല്ലേ. പക്ഷെ വേദനകളൊക്കെ എനിക്കുണ്ട് ഗൈസ്. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഇവളൂടെ പോയി 2 ദിവസം പോയി നിൽക്കാണ്ട് ഇടങ്ങേറായിട്ട് ഞാൻ പറഞ്ഞു. എന്റെ അമ്മമ്മയൊക്കെ പറയണ്ടേ, വരുമ്പോഴോട് അതാ പറഞ്ഞേ, 2 ദിവസം അവിടെ നിന്ന് ഓളിയും കൂട്ടി ഇങ്ങോട്ട് പോയി 2-3 ദിവസം ഇവിടെ നിന്നോട്ടെ. എനിക്കാണെങ്കിൽ ആക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതല്ല ഇനി ഡെലിവറി ഡേറ്റ് അടുത്തില്ലേ. അപ്പൊ പിന്നെ ഇനി ഏത് നേരത്തെ പ്രസവിക്കാന്നല്ല. അപ്പൊ അനക്ക് അവിടുന്ന് അത്രയും ലോങ് അല്ലേ ഇങ്ങോട്ട്. ഞാൻ നേരത്തെ എന്താ ചെയ്യാ, ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ട്. എനിക്ക് പഞ്ചായത്ത് മേള ഉണ്ട്, ഇവിടെ കേരളോത്സവം തുടങ്ങുകയാണ്. ഫുള്ള് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ മത്സരം. അതിന്റെ ഇടയിൽ എല്ലാം പ്രസവിപ്പിക്കാൻ നടക്കാൻ ഞാൻ കൊല്ലത്തിൽ ഒരിക്കൽ ഉണ്ടാവുള്ളൂ കേരളോത്സവം ഒക്കെ. ആ ടൈമിൽ തന്നെ പെറുന്നൊക്കെ തോന്നുന്നത്. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും അതൊക്കെ അതിന്റെ വൈക്ക് നടക്കും അല്ലേ. കേരളോത്സവത്തിന് പോകും. പ്രസവിച്ച പിന്നെ ഞാൻ തന്നെ നിക്കണേ. പ്രസവിച്ചാലൊക്കെ നിക്കണം. ഒരു ഉമ്മ കഷ്ടപ്പെടുന്നല്ലോ നിങ്ങൾ അറിയണം. അറിഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല, പക്ഷെ അറിയണം. ഒന്നും അറിയൂല. എന്നിട്ട് കുട്ടികളെ എന്താക്കണം വെറുതായിട്ട് ഇതാവില്ലല്ലോ. ഒക്കെ അറിയണം. ആ നേരത്തെ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും നമ്മള് ഉറക്കല്ലായ്മയും ഒക്കെ ശരിക്കും നമ്മള് ഈക്വൽ ആയിട്ട് അങ്ങോട്ട്. അപ്പൊ ഒരു മനുഷ്യൻ എന്താ ചിന്തിക്കണേ, എനിക്ക് ഏതായാലും ഉറക്കല്ല, എന്റെ കൂടെ ഉള്ള ആൾക്കെങ്കിലും ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഞാനൊക്കെ അങ്ങനെ കഴിച്ച് ചിന്തിക്കാം. ഞാൻ കണ്ട ഞാൻ എന്തെങ്കിലും അടങ്ങാനാവുകയാണെങ്കിൽ ഇതെന്താ അറിയോ, ഞാൻ ഉറങ്ങിയില്ല, ഓനും ഉറങ്ങരുത്. നിങ്ങളെ ചിന്താഗതി അതല്ല. എന്റെ പാർട്ട്ണർ വേണ്ടിട്ടാണ് ഓള് മക്കളെ പ്രസവിച്ചതാക്കുന്നത്. അതുകൊണ്ട് ഞാനും ഉറങ്ങാം. അതുകൊണ്ട് ഓള് കുറച്ചേരം ഉറങ്ങുമ്പോ ഞാൻ കുറച്ചേരം കുട്ടീനെ നോക്കുക, ഇനി ഞാൻ ഉറങ്ങുമ്പോ ഓള് നോക്കുക. അങ്ങനെ ചിന്തിക്കുക. കുട്ടീനെ നോക്കാനൊക്കെ ഏറ്റവും നല്ല നമ്മള് നോക്കണതാണ്. കുട്ടീനെ നോക്കാനൊക്കെ ഉമ്മാരുണ്ട്, എല്ലാരും നോക്കണ്ടെന്നല്ല, പക്ഷെ ഏറ്റവും നല്ല നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കും. കണ്ണ് തെറ്റിയപ്പോ അത് എരിയും. അത് എരിഞ്ഞിട്ട് എന്താ ഉണ്ടാവാന്നറിയോ, ഇതിനെ മണ്ടും. അത് നോക്കോ, ആരെങ്കിലും അത് തിന്നോ, ഇനി എന്താ ഉണ്ടാവുക? എരിഞ്ഞൊരു തുള്ളി വെള്ളം ഞാൻ തരില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. അതിനോട് എല്ലാം കടിച്ചു തിന്നല. എന്റെ ഒരു ഈ മക്കള് മുണ്ടാതൊരു സെക്കൻഡ് നിക്കണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം പിന്നെ അതിൽ എന്തേലും ഒരു തിരിപ്പിടിക്കുണ്ടാവുക. ആ തിരിപ്പിടിക്കലാണ്. നോക്കി എലി കരണ്ടമാരി ഉണ്ട്, കരണ്ട് വെച്ചിരിക്കണ കവറൊക്കെ. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മള് കൂടുതലൊന്നും പറയാനല്ല, നേരെ വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു വിരുന്നുകാർ പോയി, അടുത്ത വിരുന്നുകാർ വരുന്നു. അതിന്റെ ഗ്യാപ്പിൽ ഇനി പ്രസവിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും വരും. എന്തായാലും വന്നും പോയി ലോങ് ആവുകൊണ്ട് എല്ലാവർക്കും ഒരു യാത്ര ആയിപ്പോയി, ഒരു ടൂർ പോലെ ആയിപ്പോയി നമ്മളെ ഒരു കുടുംബം. എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.